ഹലോ സുഹൃത്തുക്കളെ, അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ചമ്മന്തട്ടയാണ്. ചമ്മന്തട്ട നമ്മളെ സുഹൃത്ത് വിളിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അവന് 2 കൂട് കണ്ടിട്ടുണ്ട് പറഞ്ഞ്. അതിലൊരു കൂടാണ് ഈ കൂട്. അപ്പോൾ ആൾ പറഞ്ഞ് നിങ്ങൾ തേന് എനിക്ക് തന്നാൽ മതി, ഈച്ചനങ്ങൾ എടുത്തോടി. അപ്പോൾ ഗൈസ്, ഇതുപോലത്തെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് മെസ്സേജ് അയച്ചോളി. നമ്മൾ തേൻ എടുത്തരും, നമുക്ക് ഈച്ചന മതി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ്. നമ്മളെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഈച്ചക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ കൂടിന് കൈയിടാനൊരു ഒരു തുളച്ചിട്ട് എന്ത് ചെയ്യണം, അത്യാവശ്യം ചെറിയ കടയൊക്കെ കാണുന്നുണ്ട് ഗൈസ്. എത്രത്തോളം ഉള്ളിൽ കടയുണ്ടെന്ന് അറിയില്ല. ഈച്ച ഫുള്ള് മൂടി നിൽക്കുന്നതുകൊണ്ട് അറിയില്ല. നമ്മൾ ചെറുങ്ങനെ ഒരു പുകയൊക്കെ കൊടുത്ത് ഈച്ചനെ അവിടുന്ന് ചെറുങ്ങനെ ഒഴിപ്പിക്കും. അങ്ങനെ ഗൈസ്, നമ്മൾ പുകയൊക്കെ റെഡിയാക്കുകയാണ്. അപ്പം ഇനി പുകയൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഇനി പുകച്ച് കൊടുത്താൽ നമുക്ക് കുത്തിനൊക്കെ ഒരു കമ്മി ഉണ്ടാവും. എത്രയായാലും ചില ഈച്ചകൾ എത്ര പുകച്ചാലും കാര്യമില്ല, കുത്തും. എന്തെടുത്തിട്ട് കാര്യമില്ല. നമ്മൾ പുകയൊക്കെ റെഡിയാക്കി അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചെറുങ്ങനെ നമ്മൾ തുളച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മൾ വല ഇട്ട് കൊടുക്കും. അപ്പോൾ റാണിയും കാര്യങ്ങളൊന്നും പാറാതെ വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കൂടും ഇതുപോലെ നമുക്ക് തുറക്കാൻ പറ്റിയ കോണമെന്നില്ല. കാരണം ചിലപ്പോൾ കല്ല് മതിലൊക്കെ അല്ലേ, അപ്പോൾ അടുത്ത് കല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തുറക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ചില മതിൽ പൊളിക്കാൻ പറ്റാത്ത മതിലേക്കാരം. അപ്പോൾ ഒറ്റ കല്ലോ 1-2 കല്ലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു സൈഡിൽ നമ്മളെ തുളൻ്റെ അവിടെ എന്തായിട്ടും വല വെക്കും. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഇപ്പോൾ നമ്മൾ ഈ തേൻ എടുക്കുന്ന സൈഡില്ലേ, ഈ സൈഡിൽ പുകച്ച് കഴിഞ്ഞാൽ ഈച്ചകളൊക്കെ ആ ഒരു ഭാഗത്തേക്ക് മാറിപ്പോവും. ആ ഒരു സൈഡിൽ കൂടെ തുളയിൽ കൂടെ അപ്പുറത്ത് കൂടെ അങ്ങനെ ചോട. അപ്പോൾ റാണി ഉണ്ടെന്നുണ്ടെങ്കിൽ പാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വല സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ തേൻ കണ്ടില്ല ഗൈസ്, ഒലിക്കാണ് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ തേൻ കട്ട് ചെയ്തെടുത്തിട്ട് ആ മേൽഭാഗം നമ്മൾ തേൻ ബക്കറ്റിലേക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കും. അതിൻ്റെ കുട്ടികളും മക്കളാണ് ഈ കാണുന്നത്. ആ വെട്ടിയിട്ട് നമ്മൾ നേരെ ഈ പെട്ടിയിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് കെട്ടി കൊടുക്കും. പിന്നെ ഐറ്റങ്ങളെ നല്ല സെറ്റാവും. നമ്മൾ ഈ റാണിനെ നട്ട് ഈ തീപ്പെട്ടിക്കൊള്ളിയിലാണ് നമ്മൾ പിടിച്ചിട്ട് കഴിഞ്ഞാൽ റാണിനെ കിട്ടിയാൽ നമ്മളെ കൂട് സെറ്റാവുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് റാണി മുട്ടയിലും വേണം നമ്മൾ അടമ. അപ്പോൾ നമ്മൾ എടുത്ത അടമൊന്നും ഇപ്പോൾ റാണി മുട്ടൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ തേനൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ കൂടുണ്ട്, നമ്മളൊരു ഗ്രൂപ്പിലുണ്ട്. നമ്മളെ ഒരു ഗ്രൂപ്പിൽ വോയിസ് ഇട്ടിയും ഈച്ചണ്ടെങ്കിൽ പറഞ്ഞോളി, നമ്മൾ തേൻ എടുത്തുതരാം, ഞങ്ങൾക്ക് തേനൊന്നും വേണ്ട, ഞങ്ങൾ ഈച്ചന മതി. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് തേൻ എടുക്കാനറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ പേടിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായി, നമുക്ക് നമ്മളെ കാര്യം നടക്കും, ഓർക്ക് പോലെ കാര്യം നടക്കും. അപ്പോൾ ഗൈസ്, ബാക്കിയുള്ള വീഡിയോ ഇതുപോലത്തെ മറ്റൊരു കൂടും കൂടി ഉണ്ട്, ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. ഇന്ന് സമയം ഉണ്ടാവുമോ ഇല്ലേന്ന് അറിയില്ല. നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ നമുക്ക് ടൈമായി. നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. ഇതിലൊന്നും നമ്മളെ റാണിനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈച്ചകൾ ഈ തൊടിയിൽ കൂടെ ഇങ്ങനെ കയറി നമ്മളെ പെട്ടിയിൽ അട വെച്ച് കെട്ടിവിട്ടിട്ടുണ്ട്. അതിക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റാണി കൂടിയും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈച്ചകളും കൂടിയും അതിക്ക് കയറി സെറ്റാവും. നമ്മളെ റാണിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തീപ്പെട്ടിക്കൊള്ളിയിലാക്കിയിട്ട് നമ്മളവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏറെക്കുറെയൊക്കെ നമ്മളെ ഈച്ചകളൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ കുറഞ്ഞ ഈച്ചും കൂടി ഉള്ളൂ, 1-2-3 കൂടെ ഉള്ളൂ കൂട്ടിൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.